നമസ്കാരം. നമ്മൾ ചിലപ്പോ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയാറുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ശരിയിലേക്ക് മാറാനും ശ്രമിക്കും. ഒരു യൂ ടേൺ പോലെ. അതെ അതെ. ഒരു സമൂഹം മൊത്തത്തിൽ അവരുടെ ഒരു ചിന്താഗതി തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒരുമിച്ച് മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആ. ഒരു കൂട്ടായ യൂ ടേൺ. അതൊരു ഇൻട്രസ്റ്റിംഗ് ചിന്തയാണ്. ഇന്ന് നമ്മൾ മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി അങ്ങനെ ഒരു വിഷയമാണ്, അതായത് ഇജ്തിമായി തൗബ, കൂട്ടായ പശ്ചാത്താപം. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശരി. ഒരു സമൂഹത്തിന്റെ ചിന്താഗതി അതെങ്ങനെ അവരുടെ പുരോഗതിയെ ബാധിക്കാം, തടസ്സപ്പെടുത്താമെന്നൊക്കെ ഈ സ്രോതസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായും. തൗബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മടങ്ങുക എന്നാണ്. മടങ്ങുക. അതെ, തെറ്റിൽ നിന്ന് ശരിയിലേക്ക് മടങ്ങുക. ഇതിന് ശരിക്കും പറഞ്ഞ ഒരു 3 അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്തൊക്കെയാണത്? ഒന്ന്, നമ്മൾ ചെയ്ത തെറ്റിൽ ശരിക്കും ഖേദിക്കുക. അതിനാണ് നിദാമത്ത് എന്ന് പറയുക. പിന്നെ ഇനി അത് ചെയ്യില്ലെന്ന് ഉറച്ചൊരു തീരുമാനമെടുക്കുക. ശരി. മൂന്നാമതായിട്ട്, നമ്മുടെ തെറ്റുകൊണ്ട് ഇപ്പോ മറ്റൊരാൾക്ക് വല്ല നഷ്ടവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. ഇതൊക്കെയാണ് തൗബയുടെ ബേസിക്സ്. ഈ മടങ്ങൾ അല്ലെങ്കിൽ തൗബ ഇത് സാധാരണ വ്യക്തിപരമായ ഒന്നല്ലേ? ഖുറാനിലൊക്കെ അങ്ങനെയാണല്ലോ കൂടുതൽ കാണുന്നത്. അതെ, സാധാരണ നമ്മൾ കേൾക്കുന്നത് വ്യക്തിപരമായ തൗബയെക്കുറിച്ചാണ്. ഇൻഫിറാദി തൗബ. ഖുർആനിലത് പലയിടത്തും പറയുന്നുമുണ്ട്. പക്ഷേ മൗലാന ഇവിടെ ശ്രദ്ധിക്ഷണിക്കുന്നത് ഈ പറഞ്ഞ കൂട്ടായ പശ്ചാത്താപത്തിലേക്കാണ്. ഇജ്തിമായി തൗബ. ഇജ്തിമായി തൗബ. അതെ, ഇത് ഖുറാനിൽ ഒരൊറ്റ സ്ഥലത്തെ, അതായത് സൂറത്തുന്നൂർ എന്ന അധ്യായത്തിൽ മാത്രമാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. ഓഹോ, അപ്പൊ അത്ര കോമൺ അല്ല ഈ ആശയം. അല്ല, അത്ര സാധാരണയായി ചർച്ച ചെയ്യാറില്ല. എന്തായിരുന്നു ഈ സൂറത്തുന്നൂറിലെ ആ ഒരു സാഹചര്യം? എന്തുകൊണ്ടാണ് അവിടെ ഒരു വ്യക്തിഗത തൗബ പോരാ, കൂട്ടായിട്ട് വേണമെന്ന് വന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പ്രവാചകന്റെ ഭാര്യ ആയിഷറക്കെതിരെ മദീനയിൽ ഒരു അപവാദം, ഒരു റൂമർ പ്രചരിച്ച സമയം. ഓക്കെ. അത് സ്വാഭാവികമായും മദീനയിലെ സമൂഹത്തിലും മൊത്തത്തിലൊരു നെഗറ്റീവ് തരംഗം ഉണ്ടാക്കി. ഒരു സംശയം, ഒരു മോശം ചിന്താഗതി. മനസ്സിലായി. അപ്പോഴാണ് ഖുറാന്റെ നിർദ്ദേശം വരുന്നത്. വിശ്വാസികളെ, നിങ്ങളെല്ലാവരും ഒന്നായി അല്ലാഹുവിങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം. എല്ലാവരും ഒന്നായി. അതെ, ഇവിടെ ഈ തൗബ അല്ലെങ്കിൽ പശ്ചാത്താപം എന്ന് മൗലാന വ്യാഖ്യാനിക്കുന്നത് കേവലം ഒരു പ്രാർത്ഥനയോ അനുഷ്ഠാനമോ അല്ല. പിന്നെയോ? മറിച്ച് ആ സമൂഹത്തിന്റെ മനസ്സിൽ മൊത്തത്തിൽ പടർന്നു പിടിച്ച ആ തെറ്റായ ആ നിഷേധാത്മക ചിന്താഗതിയില്ലേ, അതിനെ തിരിച്ചറിഞ്ഞ് തിരുത്തുന്ന ഒരു വലിയ മാറ്റം, ഒരു കളക്റ്റീവ് കറക്ഷൻ. അപ്പോ ഇതൊരു പ്രത്യേക ചടങ്ങല്ല, ഒരു ആചാരമല്ല. അല്ല, മറിച്ച് ഒരു ചിന്താഗതിയിലുള്ള മാറ്റമാണ്. ഒരു സമൂഹം ഒന്നടങ്കം ഹേയ്, നമ്മുടെ ഈ ചിന്ത, ഈ മനോഭാവം ശരിയല്ല എന്ന് തിരിച്ചറിയുന്നു. കൃത്യം. എന്നിട്ട് ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റീവായ ഒന്നിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. അതാണോ? അതെ, അതാണ് പോയിന്റ്. ഒരു കളക്റ്റീവ് യൂ ടേൺ ഇൻ തിങ്കിങ്. ഈ ആശയം ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? മൗലാന അതിന് വല്ല ഉദാഹരണവും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു പ്രധാന നിരീക്ഷണം എന്താന്ന് വെച്ചാ, എന്താണ്? ഇന്ന് മുസ്ലിം ലോകത്ത് ചില ഭാഗങ്ങളിൽ വളരെ വ്യാപകമായി കാണുന്ന ഒരു പാശ്ചാത്യ വിരുദ്ധ മനോഭാവമുണ്ട്, ഒരു ആന്റി വെസ്റ്റ് മെന്റാലിറ്റി. കേട്ടിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ ഒരു കൂട്ടായ തിരുത്തൽ, ഒരു ഇജ്തിമായി തൗബ ആവശ്യമുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പാശ്ചാത്യരെ മൊത്തത്തിൽ ശത്രുക്കളായി കാണുന്നത് ശരിയല്ല എന്നാണോ? അതെ, അങ്ങനെ ഒന്നടങ്കം ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഖുറാനിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് മൗലാന വാദിക്കുന്നു. പക്ഷേ അത് കുറച്ചുകൂടി വിശദീകരിക്കാമോ? കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി നോക്കൂ. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്. ശരിയാണ്. യാത്രാ സൗകര്യങ്ങൾ, ആശയവിനിമയത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഒരുപാട് വന്നത് ആ പാശ്ചാത്യ ലോകത്ത് നിന്നുള്ള ചിന്തകളിൽ നിന്നും കണ്ടുപിടുത്തങ്ങളിൽ നിന്നുമാണ്. അപ്പോ ഒരു ഭാഗത്ത് ഈ സൗകര്യങ്ങളെല്ലാം നമ്മൾ ആസ്വദിക്കുന്നു, ഉപയോഗിക്കുന്നു. മറുഭാഗത്ത് അതിന്റെ ഉറവിടത്തെ മൊത്തത്തിൽ ശത്രുവായി കാണുന്നു. ഈ ഒരു വൈരുദ്ധ്യം. മനസ്സിലായി. ഒരു കോൺട്രഡിക്ഷൻ. അതെ, ഇതിനെയാണ് മൗലാന ഒരു പ്രത്യേക പേരിട്ട് വിളിക്കുന്നത്, സെക്യുലർ യഹൂദിയത്ത്. സെക്യുലർ യഹൂദിയത്ത് എന്താണത്? അതായത് ലളിതമായി പറഞ്ഞാൽ, പണ്ട് ബനു ഇസ്രായേല്യർ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയും
ദൈവത്തോട് നന്ദികേട് കാണിക്കുകയും ചെയ്ത പോലെ ഇവിടെ ഭൗതികമായ നേട്ടങ്ങളൊക്കെ സ്വീകരിക്കും, പക്ഷെ അത് കിട്ടിയ സ്രോതസ്സിനോട് ശത്രുത വെച്ചു പുലർത്തും. ഒരുതരം ലൗകികമായ നന്ദികേട്. അപ്പോ ഈയൊരു മനോഭാവം, ഈ നെഗറ്റീവ് ചിന്താഗതി, അത് സമൂഹത്തിന് ദോഷം ചെയ്യുമെന്നാണോ മൗലാന പറയുന്നത്? തീർച്ചയായും. മൗലാനയുടെ വാദം, ഇത്തരം നെഗറ്റീവ് ചിന്തകൾ ഒരു സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം കിട്ടാതെ വരും, പുരോഗതി തടസ്സപ്പെടുമെന്നാണ്. ഓക്കേ. അതുകൊണ്ട് ഈ ചിന്താഗതിയിൽ ഒരു യു-ടേൺ അത്യാവശ്യമാണ്. ശത്രുത വെച്ചുപുലർത്തുന്നതിന് പകരം നല്ല രീതിയിൽ പെരുമാറി അവരെ മിത്രങ്ങളാക്കാൻ ശ്രമിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പക്ഷേ നിലവിലുള്ള ഈ ശത്രുതാ മനോഭാവം അതിനുള്ള സാധ്യതയെ തന്നെ ഇല്ലാതാക്കുന്നു. പക്ഷേ ഒരു സമൂഹത്തിന്റെ മൊത്തം ചിന്ത മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതിനെന്തെങ്കിലും വഴികൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു 3 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഓക്കേ. ഒന്നാമതായിട്ട് സമൂഹം ഒന്നടങ്കം അല്ലെങ്കിൽ ഭൂരിപക്ഷം നമ്മുടെ ഈ ചിന്താരീതി തെറ്റായിരുന്നു എന്ന് അംഗീകരിക്കണം. വി വർ റോങ് എന്നൊരു തിരിച്ചറിവ്. ശരി, അതാണ് ആദ്യ പടി. രണ്ടാമത്, ആ നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവായ ക്രിയാത്മകമായ ചിന്തകൾ വളർത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തണം, കൂട്ടായ ശ്രമം. ഒരുപക്ഷെ ബോധവൽക്കരണം, ചർച്ചകൾ, സംവാദങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാകാം. മൂന്നാമതായി, ഈ മാറ്റം സംഭവിക്കുമ്പോൾ, അതായത് സമൂഹം ഈ നെഗറ്റീവ് ചിന്ത തിരുത്തി പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് വിജയവും പുരോഗതിയും ഉണ്ടാകും. ഫലാഹ് എന്ന് ഖുർആൻ പറയുന്ന വിജയം, ദൈവിക സഹായം അപ്പോൾ ലഭിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇജ്തിമായി തൗബ എന്നത് ഒരു പ്രത്യേക പൂജയോ പ്രാർത്ഥനയോ അല്ല. അല്ല. മറിച്ച് ഒരു സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള, ഒരുപക്ഷെ അവരുടെ പുരോഗതിക്ക് തടസ്സമായേക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതിയെ തിരിച്ചറിയുക. അതെ, തിരിച്ചറിഞ്ഞ് അതിനെ കൂട്ടായി തിരുത്തുക. എന്നിട്ട് ക്രിയാത്മകമായ ഒരു പുതിയ വഴിയിലേക്ക് ഒരുമിച്ച് നടക്കുക. അങ്ങനെ ഒരു ബൗദ്ധികവും സാമൂഹികവുമായ പ്രോസസ്സാണ്. വളരെ ശരിയാണ്. അതാണ് അതിന്റെ കാതൽ. ഇത് പക്ഷെ തുടങ്ങേണ്ടത് ഓരോ വ്യക്തിയിൽ നിന്നുമാണല്ലേ? അതെ, വ്യക്തികൾ മാറുമ്പോഴാണല്ലോ സമൂഹം മാറുക. അത് ക്രമേണ സമൂഹത്തിന്റെ ആകെ ഒരു മാറ്റത്തിലേക്ക് നയിക്കും. അപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു നിമിഷമൊന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഒരുപക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ചിന്തയുടെ ഭാഗമായി പോയ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പൊതുവായ നെഗറ്റീവ് ചിന്താഗതികളോ മുൻവിധികളോ നിലനിൽക്കുന്നുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. അത്തരം ചിന്തകളെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ അതിനെ തിരുത്തുന്നത് വ്യക്തിപരമായും നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും എത്രത്തോളം പ്രധാനമാണ്. ഇതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. കൂടുതൽ ആലോചിക്കാൻ വക നൽകുന്നൊരു ചോദ്യം.